ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഹാർമോണിയത്തിൻ്റെ ക്ലാസ്സിൻ്റെ പുതിയ പാഠഭാഗം പഠിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തിരുന്ന ആ പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ ഫിംഗറിങ്ങൊക്കെ നന്നായിട്ട് ബാലൻസായി കാണും എന്ന് ഞാൻ കരുതിയാണ്. മായാമുളകുകളുടെ രാത്രിയാണ് നമ്മൾ ഇത് വായിച്ച് പഠിക്കുന്നത്. അല്ലെങ്കിൽ സി സ്കെയിലാണ്, അല്ലെങ്കിൽ ഒന്നിലാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ സി. ഇതാണ് സി. അപ്പം ഷഡ്ജം, ശുദ്ധഋഷഭം, അന്തരാന്താരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധയുതം, കാളി നിഷാദം, ഷഡ്ജം. ഇതാണ് മായാമാളവ ഗൗളരാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ. അപ്പം ഇതിൻ്റെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പാധ നിങ്ങൾ ഇതിപ്പം അവരോടൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കാൻ പഠിച്ചിട്ടുണ്ട്. സ്പീഡിലൊന്ന് പാടി നോക്കി. ഇതിൻ്റെ വായിക്കുന്നത് വേറെ സ്റ്റൈലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അത് നമുക്ക് പിന്നെ വായിക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് സരി ഗമ പമ ധ ഇതല്ലേ. സരി ഗമ പമ ധ സരി ഗമ പദ നി സ നി ധ ഇതാണ് നിങ്ങൾ പഠിച്ചിരുന്നത്. സരി ഗമ പമ ധ പ സരി ഗമ പദ നി സ നി ധ പമ പദ നി ധ പമ ഗരി സ. ഇതാണ് പഠിച്ചിരുന്നത്. ഇനി നമുക്ക് അടുത്തത് സരി ഗമ പമ ഗരി. ഇങ്ങനെ പറയാം. എന്ന് പറഞ്ഞാൽ സരി ഗമ പമ ഗരി. വിരലിങ്ങനെ ചേഞ്ച് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ചെറിയ വിരൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോരാ. പക്ഷേ അത് ഞാൻ പല ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വരത്തിന് ഒരു കീക്ക് ഇന്ന സ്വരം ഫിംഗറിങ് എന്ന ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ അതനുസരിച്ചാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഫിംഗറിങ് ഒക്കെ നന്നായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വെള്ളം നിങ്ങൾക്ക് പഠിക്കാം, വായിക്കാം. സരി ഗമ പമ ഗരി. കേട്ടോ, പമ തിരിച്ചു പോരുക. സരി ഗമ പമ ഗരി. അത് കഴിഞ്ഞ് സരി ഗമ പദ നി സ. കേട്ടോ, ഇനി നമുക്ക് തിരിച്ച് അവരോണം പഠിക്കാം. സ നി ധ പ. പഞ്ചമം വായിച്ചു, മദ്യം വായിച്ചു, നേരെ പഞ്ചമം വായിച്ചു പോവുക. പദ നി. കണ്ടോ, സ നി ധ പ മ പദ നി. എന്താണ് വായിക്കാം.
ഓക്കെ, ഒന്നുകൂടെ നോക്കാം. സരി ഗ മ സരി പ ധ നി സ. സരി ഗ മ പ മ ഗ രി. കണ്ടോ? സരി ഗ മ പ മ ഗ രി. ഓക്കെ, സരി ഗ മ പ ധ നി സ മ പ. നമുക്ക് അതൊരു സാറിൻ്റെ സ്പീഡ് കൂട്ടി വായിച്ചാലോ? അപ്പം നിങ്ങളിത് വായിച്ച് പഠിക്കുമ്പം ഏകദേശം ഫിംഗറിങ് ആയി ഒന്ന് ഇപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ വായിക്കാൻ പറ്റും എന്നായി കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഈ കീക്കിട്ട് നോക്കരുത്. കീക്കിട്ട് നോക്കാതെ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിക്കൊണ്ട് ഇത് കറക്റ്റ് ആകുമോ, നമ്മുടെ ആ കട്ടയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഓരോ കീയുടെ സ്ഥാനത്ത് നമ്മുടെ ഫിംഗറിങ് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. അങ്ങനെ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ വായിക്കാൻ നോക്കണം. തെറ്റിക്കോട്ടെ, തെറ്റുമ്പോൾ കുഴപ്പമില്ല. പല പ്രാവശ്യം ആകുമ്പോഴത്തേക്കും അത് കറക്റ്റ് പൊസിഷൻ വരും. അങ്ങനെ വേണം സ്വീകരിക്കാൻ. അല്ലാണ്ട് നമ്മൾ ഈ കീ കണ്ടോ കണ്ടോ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. പ മ പ മ പ മ ഗ രി രി ഗ മ പ ധ നി സ ധ നി ധ പ മ പ മ പ മ പ മ പ ധ നി സ നി ധ പ മ ഗ രി സ ധ രി ഗ മ പ മ ഗ രി ധ രി ഗ മ പ ധ നി ധ നി ധ പ മ പ ധ നി. ഇത് നിങ്ങൾ നന്നായിട്ട് ഇത് പാടി വായിച്ച് പഠിക്കുക. ഫിംഗറിങ് ഇതുപോലെ നന്നായിട്ട് ഫിംഗറിങ് വരുത്തുക. ഇത് ആദ്യം തൊട്ടുള്ളത് വായിച്ച് പഠിക്കണം. കാരണം എല്ലാ വീഡിയോയ്ക്കും ഞാൻ നമ്പർ തന്നെ പഠിക്കുന്നുണ്ട്, ഇടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് എല്ലാ വീഡിയോയും കാണുക, നന്നായിട്ട് ഫിംഗറിങ് വരുത്തക്ക രീതിയിൽ നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് അടുത്ത പാഠമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.